നമസ്കാരം, സെക്സിസ് മന്ത്രയിലേക്ക് സ്വാഗതം. ഒട്ടും പരിചിതമല്ലാത്തൊരു വഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ ഇതിനു മുൻപ് ഈ വഴിയിലൂടെ നടന്നിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആദ്യമായ ഒരാളെ കാണുമ്പോൾ വർഷങ്ങളായി അവരെ അറിയാം എന്നൊരു ഫീൽ വന്നിട്ടുണ്ടോ? എന്തിനെന്നില്ലാത്ത ചില ഭയങ്ങൾ നിങ്ങളെ വേട്ടയാടാറുണ്ട്. ഇതൊന്നും വെറും യാദൃശ്ചികമല്ല. ഈ ഭൂമിയിൽ നിങ്ങൾ ജനിക്കുന്നത് ഇതാദ്യമായല്ല എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണിതെല്ലാം. ഭൗതികമായ ഈ ശരീരം മാത്രമാണ് നമ്മളെന്ന ചിന്ത ഇന്നത്തോടെ മാറാൻ പോവുകയാണ്. കാരണം നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ ഓർമ്മകൾ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. സൈക്കോളജിയിലും പാരാസൈക്കോളജിയിലും ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മുൻപ് മറ്റൊരു ജന്മം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന 7 വ്യക്തമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പല സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കും. കണ്ണുകൾ അടച്ച് ഈ ശാന്തമായ സംഗീതത്തിനൊപ്പം പൂർണ്ണ ശ്രദ്ധയോടെ ഇത് കേൾക്കുക. ഒന്നാമത്തെ ലക്ഷണം തുടർച്ചയായി ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. ജീവിതത്തിൽ ആദ്യമായി ഒരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം നേരിടുമ്പോൾ ഇത് മുൻപും കൃത്യമായി ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ആ നിമിഷം നിങ്ങളുടെ മനസ്സ് പെട്ടെന്നൊന്ന് സ്തംഭിച്ചു പോകും. ശാസ്ത്രം ഇതിനെ തലച്ചോറിന്റെ ഒരു പ്രതിഭാസമായി പറയാറുണ്ടെങ്കിലും സ്പിരിച്വാലിറ്റി പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ കൃത്യമായി ആ സ്ഥലത്തോ അതുപോലൊരു സാഹചര്യത്തിലോ നിങ്ങൾ ഉണ്ടായിരുന്നതിന്റെ ഓർമ്മകൾ ഉപബോധ മനസ്സ് പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ശക്തമായൊരു കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാം. രണ്ടാമത്തെ ലക്ഷണം നിങ്ങൾക്ക് ചില കാര്യങ്ങളോടുള്ള അകാരണമായ ഭയമാണ്. ചില ആളുകൾക്ക് വെള്ളത്തെ വല്ലാത്ത പേടിയായിരിക്കും. മറ്റു ചിലർക്ക് ഉയരങ്ങളെ അല്ലെങ്കിൽ തീയെ, ഇരുട്ടിനെ, അതുമല്ലെങ്കിൽ ചില പ്രത്യേക മൃഗങ്ങളെ പേടിയായിരിക്കും. ഈ ജന്മത്തിൽ അവർക്ക് വെള്ളത്തിൽ വീണോ തീപ്പൊള്ളലേറ്റോ യാതൊരു അപകടവും സംഭവിച്ചിട്ടുണ്ടാകില്ല. എങ്കിലും ആ ഭയം അവരെ വിട്ടുമാറില്ല. എന്തുകൊണ്ടാണിതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങളുടെ മരണത്തിന് കാരണമായതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വേദന നൽകിയതോ ആയ കാര്യങ്ങളാകാം ഇവ. ആ വലിയ ട്രോമ നിങ്ങളുടെ ആത്മാവ് ഈ ജന്മത്തിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്തരം ഭയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ജന്മത്തിന്റെ വളരെ വലിയൊരു അടയാളമാണ്. മൂന്നാമത്തെ ലക്ഷണം ആവർത്തിച്ചു വരുന്ന സ്വപ്നങ്ങളാണ്. നമ്മൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ ചില സ്വപ്നങ്ങൾ മാസങ്ങളോ വർഷങ്ങളോ കൂടുമ്പോൾ കൃത്യമായി വീണ്ടും വീണ്ടും വരും. ഒരേ സ്ഥലങ്ങൾ, നിങ്ങൾ ഈ ജന്മത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത പഴയ കാലഘട്ടത്തിലെ ആളുകൾ, പഴയ രീതിയിലുള്ള വീടുകൾ. നിങ്ങളുടെ ഉപബോധ മനസ്സിന് കാലം എന്നൊന്നില്ല. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവ് മുൻജന്മങ്ങളിലെ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കാറുണ്ട്. അതാണ് ഇത്തരം സ്വപ്നങ്ങളായി വരുന്നത്. ചിലർ സ്വപ്നത്തിൽ മറ്റൊരു ഭാഷ സംസാരിക്കുന്നവരുമായി ഇടപെടുന്നത് കാണാം. ഇത്തരം സ്വപ്നങ്ങൾ എഴുന്നേറ്റ ശേഷവും നിങ്ങളുടെ മനസ്സിൽ ഒരു വിങ്ങലായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പഴയൊരു ജീവിതത്തിന്റെ ബാക്കി പത്രമാണ്. നാലാമത്തെ ലക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളെ ജീവിതത്തിൽ ആദ്യമായി കാണുമ്പോൾ തന്നെ ജന്മജന്മാന്തരങ്ങളായി അവരെ അറിയാം എന്നൊരു തോന്നലുണ്ടാകാറില്ലേ? അവരോട് സംസാരിക്കാൻ ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യും. അതുപോലെ ചിലരെ കാണുമ്പോൾ തന്നെ ഒരു കാരണവുമില്ലാതെ വല്ലാത്തൊരു ദേഷ്യമോ അകൽച്ചയോ തോന്നും. ഇത് നിങ്ങളുടെ കർമ്മിക് ബന്ധങ്ങളുടെ സൂചനയാണ്. പൂർവ്വജന്മത്തിൽ നിങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആത്മാക്കളാണ് ഈ ജന്മത്തിലും നിങ്ങളെ തേടി വരുന്നത്. അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം, സുഹൃത്താകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാൻ വരുന്നവരാകാം. മുൻജന്മത്തിൽ തീർക്കാൻ ബാക്കി വെച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കാനാണ് പ്രപഞ്ചം നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അതാണ് ജനിക്കുമ്പോൾ തന്നെയുള്ള ചില പ്രത്യേക മറുക്കുകളും അടയാളങ്ങളും. മുൻജന്മത്തിൽ ശരീരത്തിലേറ്റ വലിയ മുറിവുകളോ പരിക്കുകളോ ആണ് അടുത്ത ജന്മത്തിൽ ജന്മമറുക്കുകളായി മാറുന്നതെന്ന്
പല പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റുകളും അവരുടെ പുസ്തകങ്ങളിൽ തെളിവ് സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ആകൃതിയിലുള്ള മറുകുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ചില പ്രത്യേക ശാരീരിക വേദനകൾ ഉണ്ടെങ്കിൽ, ആ ആത്മാവ് കടന്നു വന്ന പഴയൊരു യുദ്ധത്തിന്റെയോ അപകടത്തിന്റെയോ ബാക്കി പത്രമാകാം അത്. ആറാമത്തെ ലക്ഷണം, ചില പ്രത്യേക കാലഘട്ടത്തോടോ സംഗീതത്തോടോ സംസ്കാരത്തോടോ ഉള്ള അമിതമായ ആകർഷണമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ 1800കളിലെ ചരിത്രമോ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരമോ വല്ലാതെ ഇഷ്ടമായിരിക്കും. അവിടെ ജീവിക്കാൻ തോന്നും. നിങ്ങൾ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു രാജ്യത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ഗൃഹാതുരത്വം തോന്നും. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ചില കഴിവുകൾ, ഉദാഹരണത്തിന് പെട്ടെന്നൊരു സംഗീതോപകരണം വായിക്കാനോ ചിത്രം വരയ്ക്കാനോ ഉള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. ഇതെല്ലാം പഴയ ജന്മത്തിൽ നിങ്ങൾ ജീവിച്ച ചുറ്റുപാടുകളുടെയും നിങ്ങൾ നേടിയെടുത്ത കഴിവുകളുടെയും ഓർമ്മപ്പെടുത്തലുകളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ ശരീരം നശിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ ഊർജം അഥവാ ആത്മാവ് നശിക്കുന്നില്ല. ഇതെല്ലാം അറിയുമ്പോൾ ജീവിതം എത്രത്തോളം വലിയൊരു അത്ഭുതമാണെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും എത്ര ചെറുതാണെന്ന് മനസ്സിലാകൂ. നിങ്ങളൊരു പഴയ ആത്മാവാണ്. ഒരുപാട് ജന്മങ്ങളിലൂടെ പാഠങ്ങൾ പഠിച്ച് ആത്മീയമായി ഒരുപാട് വളർന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനും ഈ വീഡിയോ ഇത്രയും നേരം കേൾക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നത്. ഈ വീഡിയോ കേട്ടപ്പോൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ ആ വലിയ ശക്തിയെ തിരിച്ചറിയുക. സക്സസ് മന്ത്രയിലെ ഈ അറിവ് നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചത്തിന്റെ സ്നേഹം എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ടാകും.